നമസ്കാരം ബच्चों, വെൽക്കം ബാക്ക് ടു MS സൊല്യൂഷൻസ്. ഹരിജ മിസ് ആണ്. മക്കളെ, നമ്മുടെ ഓണം ഹിന്ദി എക്സാമിന് നിങ്ങൾക്ക് 20+ മേലെ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നാളത്തെ ഹിന്ദി എക്സാം പേപ്പറിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് മിസ് പറയാൻ പോകുന്നത്. അപ്പൊ പ്രഡിക്ഷൻ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് നമുക്ക് നോക്കിക്കേ 20 കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ആക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അതിനൊപ്പം തന്നെ മിസ്സിനോട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ ഓണം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, വാട്സ്ആപ്പ് ചാനൽ ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്തിരിക്കണം. ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ, ലൈവ് ക്ലാസ്സിന്റെ ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെയാണ് ഷെയർ ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അത് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്കും ചാനലിലേക്കും ജോയിൻ ചെയ്ത് വെക്കുക. അതിനുവേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദെൻ നമ്മുടെ FMS ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇനി അറിയാത്ത മക്കളുണ്ടെങ്കിൽ അവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടി സെറ്റ് ആയിട്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ ബാച്ചിലുള്ള കുട്ടികൾക്ക് ഇത് അറിയുന്നുണ്ടായിരിക്കും. നമുക്ക് പ്രഡിക്ഷൻ PDF-ഉം പ്രഡിക്ഷൻ വീഡിയോസും ഒക്കെ കിട്ടി അടിപൊളിയായിട്ട് അവർ പഠിക്കുന്നുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മൈൻഡ് മാപ്സ്, ക്വിക്ക് റിവിഷൻ നോട്ട്സ്, മൈക്രോ ബിറ്റ്സ്, വർക്ക് ഷീറ്റ്സ്, എക്സാം ഫോക്കസ്ഡ് ഷോർട്ട് വീഡിയോസ്, ഇതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സുകളും ഒക്കെ കിട്ടി അടിപൊളിയായിട്ട് പഠിക്കാം. ഇത് മാത്രമല്ല, നമ്മുടെ ഫ്രീ ആയിട്ട് USS ക്ലാസ്സുകളും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. അതിന്റെ നോട്ട്സ് ഉണ്ടായിരിക്കും, അതിന്റെ വീഡിയോസ് ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് നോക്കാം. നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു പ്രൈസിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓഫർ പ്രൈസിന് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ ഹരിജ K10 എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഫർ പ്രൈസിന് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നിങ്ങൾ നോക്കുക. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് പ്രിഫേർഡ് ഫാക്കൽറ്റി കാണുന്നിടത്ത് ഹരിജ എന്നുള്ള പേര് ടൈപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് എന്തോ ചെയ്താൽ മതി, മിസ്സിന്റെ പേര് പറഞ്ഞാൽ ഓക്കെ. യെസ്, അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. യെസ്, ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഷുവർ ആയിട്ട് എന്റെ കുട്ടികൾക്ക് ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്നത് എന്നുള്ള കാര്യം പറയാം. നമുക്ക് നോക്കിക്കേ, 20+ മാർക്സ് ആണ് മക്കളെ സെറ്റ് ആക്കാൻ പോകുന്നത്. രപ്പട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് രപ്പട്ട്. അതിന് മുമ്പായിട്ട് മിസ് ഒരു കാര്യം പറഞ്ഞേ, നിങ്ങൾക്ക് 6 ഗതിവിധിയാം ഉണ്ടാവുക. അതിൽ നിന്ന് ചിലപ്പോൾ ഓപ്ഷൻ ആയിട്ടായിരിക്കും ഓക്കെ 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഓക്കെ, യെസ്. അപ്പൊ ഓരോ ഗതിവിധിയാം നിങ്ങൾ നോക്കിയിട്ട് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ സെറ്റ് ആക്കുക. ഓക്കെ, അതിന്റെ കൂടെ തന്നെ രപ്പട്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ, ഇതിന് മുമ്പായിട്ട് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഒരു അൺനോൺ ആയിട്ടുള്ള പാസേജ്, നിങ്ങൾക്ക് അറിയാത്ത ഒരു പാസേജ് തന്നിട്ട് അതിന്റെ പുറത്തുള്ള ക്വസ്റ്റ്യൻ, അതിൽ നിന്നും എടുത്തെഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടാവുക. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ്, കവിതയിൽ നിന്നുള്ള ചോദ്യമായിരിക്കും വരുന്നുണ്ടാവുക. ഖുദ് സേ പ്യാർ, അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ കവിത യഹ് ധർത്തി ഹൈ ഉസ് കിസാൻ കി എന്നുള്ള കവിതയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. അതിൽ നിന്ന് എടുത്തെഴുതുക, കവിതയുടെ ആശയം എഴുതുക. അതിനുശേഷം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രപ്പട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് രപ്പട്ട് എന്ന് പറയുന്നത്. സൂചനാ പട്ട് അല്ലെങ്കിൽ സങ്കേത് പട്ട് ചോദിക്കുന്നതാണ്, പ്രൊഫൈൽ ചോദിക്കുന്നതാണ്, കവിതയുടെ ആശയം ചോദിക്കുന്നതാണ്, പോസ്റ്റർ ചോദിക്കുന്നതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ രപ്പട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും എന്താണ് രപ്പട്ട്, റിപ്പോർട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താ രപ്പട്ടിന്റെ ഒക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് മിസ് ചെയ്തിട്ടുണ്ട് ചാനലിൽ, നിങ്ങൾ പോയിട്ട് എന്തായാലും നോക്കണം. ഓക്കെ, യെസ്. പ്രൊഫൈൽ നോക്കണം. പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇംഗ്ലീഷിൽ നമ്മൾ പ്രൊഫൈൽ എഴുതുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടാണ് എഴുതാറുള്ളത്. ഹിന്ദിയിൽ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളതിനെ പെറുക്കി പെറുക്കി ഇങ്ങനെ എടുത്ത് എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും നോക്കിക്കോ. നാം, എന്താണ് നാം എന്നുള്ളത്, ഇവിടെ ആരെ പറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, കേദാർനാഥ് അഗ്രവാളിനെ പറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കേദാർനാഥ് അഗ്രവാൾ എന്നുള്ള പേര് അങ്ങോട്ട് എടുത്ത് എഴുതും. ഓക്കെ, കേദാർനാഥ് അഗ്രവാൾ, കേദാർനാഥ് അഗ്രവാൾ. ഓക്കെ, യെസ്. ഇനി എന്താണ്, ജന്മതിഥി ചോദിച്ചിട്ടുണ്ട്, ജനന തീയതി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 1 ഏപ്രിൽ അല്ലെ, അപ്രിൽ എന്നാണ് എഴുതുക, അപ്രിൽ 1911. ഓക്കെ, യെസ്. ഇനിയോ ജന്മസ്ഥാൻ എവിടെയാണ്, ഉത്തർപ്രദേശ്. ഓക്കെ, ജന്മസ്ഥാൻ എന്ന് പറയുമ്പോൾ പ്ലേസ് ആണ് ഉദ്ദേശിക്കുന്നത്, അവിടെ ഉത്തർപ്രദേശ് എന്ന് എഴുതാം. പ്രമുഖ രചനായം എന്താണ്, പെഹ്ലാ പാനി ബസന്തി ഹവ. ഇതാണ് പെഹ്ലാ പാനി ബസന്തി ഹവയാണ് നമ്മളിവിടെ എടുത്തെഴുതേണ്ടത്. അതുപോലെ മൃത്യു, മരിച്ച ഡേറ്റ് അല്ലെ 22 അല്ലെ, എന്താണ് 22 ജൂൺ 2000 എന്നുള്ള കാര്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രൊഫൈൽ. നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രൊഫൈൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രൊഫൈൽ ഉറപ്പായിട്ട് വരുന്ന, ചിലപ്പോൾ മഹാത്മാഗാന്ധിയുടെ പ്രൊഫൈൽ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഗാന്ധിയുടെ പ്രൊഫൈലാണ്, ഗാന്ധി. ഓക്കെ, ഗാന്ധിജിയുടെ പ്രൊഫൈലാണ് വരാനുള്ള ചാൻസ് ഉള്ളത് കേട്ടോ. ഗാന്ധിജിയുടെ പ്രൊഫൈൽ നോക്കി വെക്കണം. ഉറപ്പായിട്ട് നോക്കി വെക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി പഠിച്ചു പോകണം എന്നല്ല മിസ് പറയുന്നത്, എങ്ങനെയാണ് പ്രൊഫൈൽ എഴുതുക എന്നുള്ളത് നോക്കി വെക്കും.
നോക്കി വെച്ചിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഗാന്ധിജിയുടെ പ്രൊഫൈല് ശോഭനാഥ് യാദവിന്റെ പ്രൊഫൈൽ വരാം, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പ്രൊഫൈൽ. ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ രണ്ട് പ്രൊഫൈലാണ് കേട്ടോ. റെഡി? യെസ്. ഇനി അടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സ്വച്ഛതാ ബനായി രഖേ. കണ്ടോ, ഇത് എന്താണ് സംഭവം? നമ്മുടെ സൂചനാ പട്ട് അല്ലെങ്കിൽ സങ്കേത് പട്ടാണ്. എങ്ങനെ എഴുതണം നമ്മള്? ഇതുപോലെ ബോക്സ് വരച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്വച്ഛതയെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ സാഫ് സഫായിനെ പറ്റിയിട്ടാവും, ബീമാരി സെ ദൂർ രഹേ എന്നുള്ള ടോപ്പിക്കിലോ ആയിരിക്കും നിങ്ങൾക്ക് സൂചനാ പട്ട് അല്ലെങ്കിൽ സങ്കേത് പട്ട് ഉണ്ടായിരിക്കാം. ചിലപ്പോ സ്കൂളിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കൂ എന്നുള്ള ടോപ്പിക് ആയിരിക്കും സങ്കേത് പട്ടിന് വരിക. ഓക്കെ, അപ്പൊ അതിന് എന്താ ചെയ്യണം എന്നുള്ള കാര്യം മിസ് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ ഒരു ടെംപ്ലേറ്റ് നോക്കി വെക്കുക. നിങ്ങൾ ബോക്സ് വരച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. സ്വച്ഛതാ ബനായി രഖോ എന്നുള്ള വലിയൊരു ടൈറ്റിൽ കൊടുത്തു. ഇത് നിങ്ങൾ സാഫ് സഫായി സ്വച്ഛതയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏത് സങ്കേത് പട്ടിനും ഏത് സൂചനാ പട്ടിനും എഴുതാൻ പറ്റുന്ന ടൈറ്റിലാണ്. ഓക്കെ, ഇനി സ്കൂളിനെയാണ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? സ്വച്ഛ് വിദ്യാലയ്. ഓക്കെ, സ്വസ്ഥ വിദ്യാലയ് എന്നുള്ളത് എഴുതാം. ഓക്കെ, യെസ്. ഇനിയോ ഘർ, സ്കൂൾ ഓർ ആസ്പാസ് കി ജഗ സാഫ് രഖേ. എന്താണ്? വീട്, സ്കൂള്, അതുപോലെ തന്നെ അടുത്തുള്ള ആസ്പാസ് എന്ന് വെച്ചാൽ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ, ജഗഹ് സാഫ് രഖേ വൃത്തിയായി വെക്കൂ. കൂട ഡസ്റ്റ്ബിൻ മേ ഡാലെ. കൂട എന്താണ്? വേസ്റ്റ് ആണ്. വേസ്റ്റ് ഡസ്റ്റ്ബിന്നിൽ ഇടൂ. കണ്ടോ, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഏത് സങ്കേത് പട്ടിനാണെങ്കിലും ഏത് സൂചനാ പട്ടിനാണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് കേട്ടോ. നോക്കി വെക്കാം. ഓക്കെ, ഇനിയോ സാഫ് പാനി കാ ഉപയോഗ കരേ. എന്താണ്? വൃത്തിയുള്ള വെള്ളം ഉപയോഗിക്കൂ. ഇനിയോ ഗന്ദഗി ന ഫൈലായേ. എന്താണ്? മാലിന്യങ്ങൾ എന്താണ്? വലിച്ചെറിയരുത് എന്നുള്ളത് കേട്ടോ. സ്വച്ഛത അപ്നാവോ സ്വസ്ഥ ജീവൻ പാവോ. എന്താണ്? സ്വച്ഛത, ശുചിത്വം സ്വീകരിക്കൂ. അപ്നാവോ, ഇതെന്താണ്? സ്വസ്ഥ ജീവൻ പാവോ എന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള ജീവിതം നേടൂ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇതേ രീതിയിലുള്ള സങ്കേത് പട്ട് സൂചനാ പട്ട് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് സാഫ് സഫായിയുമായിട്ട് ബന്ധപ്പെട്ടത്. രണ്ടാമത്തെ ചാൻസ് ഉള്ളത് ബീമാരി സേ ദൂർ രഹേ. മിസ് പറഞ്ഞു ബീമാരി സേ ദൂർ രഹേ എന്ന് വരുന്ന സങ്കേത് പട്ട് അല്ലെങ്കിൽ സൂചനാ പട്ട് കേട്ടോ. എന്താ? ബീമാരിയോ സെ ദൂർ രഹേ എന്നുള്ള ടൈറ്റിൽ കൊടുത്തു. ഹാത്തോ കോ സാബുൻ സെ ധോയേ. കൈകൾ എന്താണ്? സോപ്പ് കൊണ്ട് കഴുകൂ. ധോയേ എന്ന് വെച്ചാൽ കഴുകുക, വാഷ് ചെയ്യുക. സാബുൻ സോപ്പ്. ഓക്കെ, സാഫ് ഭോജൻ ഖായേ. എന്താണ്? വൃത്തിയുള്ള ഭക്ഷണം കഴിക്കൂ. സ്വച്ഛ് വാതാവരൺ രഖേ എന്ന് വെച്ചാൽ വൃത്തിയുള്ള ശുചിയായിട്ടുള്ള വാതാവരൺ, അറ്റ്മോസ്ഫിയർ എന്താണ്? അത് കീപ്പ് ചെയ്യൂ. നിയമിത് വ്യായാം കരേ. നിയമിതമായിട്ടുള്ള വ്യായാമം ചെയ്യൂ, എക്സസൈസ് ചെയ്യൂ. സ്വച്ഛ് രഹോ സ്വസ്ഥ രഹോ. പഠിച്ചു വെച്ച് പോവാ മക്കളെ. ഉറപ്പായിട്ട് ചാൻസ് ഉള്ള ചോദ്യമാണ് ഈ സൂചനാ പട്ട് അല്ലെങ്കിൽ സങ്കേത് പട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ സ്കൂളിന്റെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വച്ഛ് വിദ്യാലയ്, നേരത്തെ കണ്ട പോലെ തന്നെ സ്വച്ഛ് വിദ്യാലയ്. സെക്കൻഡ് കേട്ടോ. സ്വച്ഛ വിദ്യാലയ്, സ്വസ്ഥ വിദ്യാലയ്. ഓക്കെ, ഇനി പോയിന്റ്സ് ആയിട്ട് നമ്മൾ എഴുതാം അല്ലെ. കൂട डस्टबिन में डाले. ओके, अपना कक्षा साफ रखे. अल्ലെ സ്വന്തം ക്ലാസ് വൃത്തിയായി സൂക്ഷിക്കൂ. പിന്നെന്താണ്? സ്വച്ഛ്, അതിനൊരു ലാസ്റ്റ് എന്താണ്? ഒരു മെസ്സേജ് കൊടുക്കുക. സ്വച്ഛ് രഹോ സ്വസ്ഥ രഹോ. കണ്ടോ, വൃത്തിയായിട്ടിരിക്കൂ, ആരോഗ്യവാനായിട്ടിരിക്കൂ. ഇങ്ങനെ അവസാനിപ്പിക്കുക. കണ്ടോ, ഇപ്പൊ സ്കൂളിലെയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇതുപോലെയുള്ള സങ്കേത് പട്ട് ഉറപ്പായിട്ട് വരുന്നതാണ്. സോ നോക്കി വെച്ച് പോകണം കേട്ടോ. ഉറപ്പായിട്ട് നോക്കി വെച്ച് പോകണം. ഓക്കെ, റെഡി? യെസ്. അടുത്ത ചോദ്യമാണ് മക്കളെ നമ്മുടെ രപ്പട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രപ്പട്ട് എന്തായാലും മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നമുക്ക് പറയാനുള്ള ചാൻസ് ഉള്ളത്, ഹൈ ചാൻസ് ഉള്ളത് നമ്മുടെ ഗാന്ധിജിക്ക് നമക്കഥയിൽ നിന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഗാന്ധിജിക്ക് നമക്കഥ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടായി അല്ലെ. അദ്ദേഹം എന്താണ്? ഈ ഒരു കാനൂൻ കോ തോട. അപ്പൊ ആ ഒരു വിഷയം റെപ്പട്ടായിട്ട്, റെപ്പട്ട് മത്തലബ് എന്താണ്? സമാചാർ പത്രം എന്ന് പറയും അല്ലെ നമ്മള്, അതായത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഓക്കെ, അപ്പൊ അത് എന്തായാലും ചോദ്യം വരുന്നതാണ് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഘട്ടന എഴുതുന്നത്? നമുക്കറിയാം ടൈറ്റിൽ ഉണ്ടായിരിക്കും, റെപ്പട്ടിന് ടൈറ്റിൽ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ അതിന്റെ സ്ഥാനം എഴുതും. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ എന്താണ് ആ ഒരു സംഭവം എന്താണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. ക്യാ, കബ്, കഹാ, ക്യോ, കേസെ. ഓക്കെ, എന്താണ്, എപ്പോഴാണ്, എവിടെയാണ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്
കൃത്യമായിട്ട് ആ സംഭവം വിവരിക്കണം. ഓക്കെ, അപ്പൊ ഗാന്ധിജീനെ നമക് കാനൂൻ തോട എന്നുള്ള വലിയൊരു ടൈറ്റിൽ കൊടുത്തു. ഇനി സ്ഥാനം എഴുതുക, ദാണ്ഡി എന്ന് എഴുതുക. ഇനിയോ महात्मा अंग्रेजों के अन्यायपूर्ण नमक कानून का विरोध करने के लिए अहमदाबाद से दांडी तक पैदल यात्रा शुरू की. महात्मा गांधी അംഗ്രോസംക്ക് എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ അന്യായപൂർണമായിട്ടുള്ള ഉപ്പ് നിയമത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് വിരോധ് കർണേക്ക് ലിയെ എതിർക്കാനായിട്ട് അഹമ്മദാബാദിൽ നിന്നും അഹമ്മദാബാദ് ദാണ്ഡി വരെ പൈദൽ യാത്ര ചുരുക്കി എന്ന് വെച്ചാൽ കാൽനടയായിട്ട് യാത്ര ആരംഭിച്ചു. യഹ് യാത്ര കൈ ദിനോം തക് ചലി. ഈ യാത്ര കുറെ ദിവസങ്ങളോളം നീണ്ടു നിന്നു, തുടർന്നു പോന്നു. രാസ്തേമേം അനേക് ഗാവായി. വഴിയിൽ ഒത്തിരി ഗ്രാമങ്ങൾ വന്നു, ആ ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. और हजारों लोग ഗാന്ധിജി के साथ जुड़ते गए. ആയിരക്കണക്കിന് ആളുകൾ ഗാന്ധിജിയുടെ കൂടെ ഒരുമിച്ച് ചേർന്നു. ജുഡ്തെ ഗए എന്ന് വെച്ചാൽ യുണൈറ്റഡ് ആയി, ഓക്കെ, ജോയിൻ ചെയ്തു. ഗാവോ കെ ലോഗ്, ഓക്കെ, ഗ്രാമത്തിലെ ആളുകൾ ഉൻകാ സ്വാഗത് കർത്തേ ഹുത്തെ, ഓക്കെ, അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തു. ഈ വന്നിട്ടുള്ള ആളുകളൊക്കെ സ്വാഗതം ചെയ്തു. എന്നിട്ടോ ഉനെ ഭോജൻ കരാത്തേ थे, അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നു. और वे रात को वही रुककर सुबह फिर आगे बढ़ते थे. എന്നിട്ട് എന്താണ് അവർ ചെയ്തത്? അവർ രാത്രി അവിടെ തന്നെ നിന്നുകൊണ്ട് रात को वही रुककर അവിടെ തന്നെ നിന്നുകൊണ്ട് സുബഹ് രാവിലെ फिर आगे बढ़े എന്താണ് രാവിലെ വീണ്ടും അവർ ആകെ ബഡ്തേ മുന്നോട്ട് പോയിരുന്നു. ജബ് ഗാന്ധിജി, എപ്പോഴാണോ ഗാന്ധിജി ദാണ്ഡിക്ക് സമുദ്ര കിനാരെ പഹുഞ്ചെ, ദാണ്ഡിയിലെ സമുദ്രത്തിന്റെ തീരത്ത് എത്തിയത്, തബ് അപ്പോൾ ഉനോനെ സമുദ്രക്കെ പാനി സെ നമക് ബനാക്കർ, അദ്ദേഹം സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കിക്കൊണ്ട് അംഗ്രേസോं के कानून को तोड़ दिया, ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു. യഹ് ഏക് ബഹുത് മഹത്വപൂർണ്ണ ഘടന थी, ഇത് വളരെ മഹത്വപൂർണമായിട്ടുള്ള സംഭവമായിരുന്നു. ക്യോങ്കി, എന്തെന്നാൽ इससे पूरे देश में ഇതുകൊണ്ട് पूरे देश में ഈ ദേശം മുഴുവൻ, ഈ രാജ്യം മുഴുവനുള്ള ആസാദി की ഭാവന ജാഗുടി, ഈ ദേശം മുഴുവനുള്ള ആളുകളുടെ ഉള്ളില് ആസാദി, സ്വാതന്ത്ര്യത്തിന്റെ ഭാവന എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ആ ഫീലിംഗ് ഉണർന്നു, ഓക്കെ, വികാരം ഉണർന്നു. ഗാന്ധിജിനെ इस आंदोलन के माध्यम से लोगों को अंग्रेजों के खिलाफ गड़े होने और देश को आजाद करने का रास्ता दिखाया. എന്നാണ് ഗാന്ധിജി ഈ ഒരു ആന്തോളൻ के माध्यम से എന്ന് വെച്ചാൽ ഈ ഒരു സമരത്തിന്റെ, ഈ ഒരു പ്രസ്ഥാനത്തിന്റെ മാധ്യമത്തിലൂടെ ആളുകളെ, ഓക്കെ, ലോഗോं को अंग्रेजों के खिलाफ, ബ്രിട്ടീഷുകാരുടെ എതിരെ ഖഡേ ഹോനെ, നിൽക്കാൻ വേണ്ടിയിട്ട്, और देश को आजाद कराने के लिए, ഓക്കെ, ദേശത്തെ എന്താണ് ആസാദ് ആക്കാൻ വേണ്ടിയിട്ട്, ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടുള്ള രാസ്താദിക്കായ, വഴി കാണിച്ചു കൊടുത്തു. കണ്ടോ, ഇങ്ങനെയാണ് രപ്പട്ട് എഴുതേണ്ടത്. ഉറപ്പായിട്ട് നമ്മുടെ എക്സാം പേപ്പറിൽ കാണാൻ പോകുന്ന ഒരു ചോദ്യമാണ് രപ്പട്ട് എന്ന് പറഞ്ഞത്. അത് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നമ്മുടെ ഗാന്ധിജിക്ക് നമക് കഥ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. സോ അത് നിങ്ങൾ നന്നായിട്ട് നോക്കി പോവാ, ഫോമാറ്റ് നോക്കി പോവാ. ഈ വേർഡ്സ് എന്തൊക്കെ ആവശ്യമുള്ളത് നിങ്ങൾക്ക് വേർഡ്സ് വരുന്നത്, കാനൂൻ, തോട, ഇങ്ങനത്തെ വേർഡ്സ് എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. പിന്നെ നമ്മുടെ പോസ്റ്റർ ആണ് അവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പോസ്റ്റർ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള വിഷയങ്ങൾ മിസ് പറഞ്ഞുതരാം. ടോപ്പിക് പ്രകൃതി സംരക്ഷൺ, ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പ്രകൃതി സംരക്ഷൺ, അതുപോലെ തന്നെ സാഫ് സഫായി, ഈ രണ്ട് ടോപ്പിക് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഓക്കെ, സാഫ് സഫായി, ഓക്കെ, സാഫ് സഫായി ഉണ്ട്. ദെൻ നിങ്ങൾ നോക്കേണ്ടത് പേട് ലഗാവോ എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ, അതൊക്കെ പ്രകൃതി സംരക്ഷണത്തിൽ തന്നെ മിസ് കൂട്ടിട്ടോ. യെസ്, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ബോക്സ് വരച്ചെഴുതുക, അനുയോജ്യമായിട്ടുള്ള പിക്ചർ ചേർക്കുക, എന്നിട്ട് വലുതായിട്ട് ടൈറ്റിൽ പോലെ കൊടുത്ത് സ്വച്ഛ് ധർത്തി സ്വസ്ഥ ജീവൻ. കണ്ടോ, എന്താണ് സ്വച്ഛ് എന്ന് വെച്ചാൽ വൃത്തിയുള്ള ഭൂമി, ധർത്തി മത്ലബ് എന്താണ് ഭൂമി, സ്വസ്ഥ ആരോഗ്യമുള്ള ജീവിതം. കണ്ടോ, എന്താണ് വൃത്തിയുള്ള ഭൂമി, ആരോഗ്യമുള്ള ജീവിതം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ കുറെ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, കുറെ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് പഠിച്ചു വെക്കുക. ഓക്കെ, ധർത്തി കോ സ്വച്ഛ് ബനാനാ ഹേ, പേട് ലഗാക്കർ ഹരിയാലി ലാനാ ഹേ, വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതാണ്, പ്ലാസ്റ്റിക് കോ ദൂർ ഭഗായേ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിനെ ദൂരെ നിർത്തൂ, അല്ലെങ്കിൽ അകറ്റി നിർത്തൂ. സ്വസ്ഥ ജീവൻ ഹം അപ്നായേ, ആരോഗ്യമുള്ള ജീവിതം നമ്മൾ സ്വീകരിക്കൂ. കണ്ടോ, ഇത്ര മാത്രം മതി കേട്ടോ. യെസ്, ഇനി സാഫ് സഫായിയുമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പോസ്റ്ററിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ഇത് പഠിച്ചു വെച്ചോളാം. സാഫ് സഫായി ഹമാര ദായിത്വ ഹേ, സാഫ് സഫായി ശുചിത്വം, വൃത്തിയാക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, സ്വച്ഛ് നഹി രഹേംഗെ തോ സ്വസ്ഥ നഹി ഹോംഗെ, എന്താണ് വൃത്തിയായിട്ട് ഇരുന്നില്ലെങ്കിൽ, ശുചിയായിട്ട് ഇരുന്നില്ലെങ്കിൽ എന്താണ് ആരോഗ്യവാനായിട്ട് ഇരിക്കില്ല. തൻഹോ യാ മൻഹോ, എന്താണ് ശരീരമാവട്ടെ മനസ്സാവട്ടെ, സഫായി ജറൂരി ഹേ, എന്താണ് പറഞ്ഞത് വൃത്തി എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി പ്രകൃതി സംരക്ഷൺ, ഈസി ആയിട്ടുള്ള ഒരു സാധനമാണ്. പ്രകൃതിക്ക് രക്ഷ ഹം സബ്കി ജിമ്മേദാരി മാറ്റിയിട്ട് നമുക്ക് സുരക്ഷ എന്ന് വെക്കാം. ഓക്കെ, എന്ത് വെക്കാം? പ്രകൃതിക്ക രക്ഷ
പ്രകൃതി കി രക്ഷ ഹം സബ് കി സുരക്ഷ. കണ്ടു, രക്ഷ സുരക്ഷ അങ്ങനെ പഠിച്ചു വെച്ച് പോയാൽ മതി. ഓക്കെ, യെസ്. പിന്നെ പിക്ചർ വരയ്ക്കാം. കഴിഞ്ഞു, പോസ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി കൃഷിക്കാരന്റെ മഹത്വത്തിനെ പറ്റി പ്ലക്കാർഡോ അല്ലെങ്കിൽ പോസ്റ്ററോ ചോദിക്കാം. ഇതിനൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്. ഓക്കെ, ജീതാ രഹേ കിസാൻ എന്നുള്ളത് എഴുതാം, അല്ലെങ്കിൽ ധർത്തി കാ സച്ചാ വീർ കിസാൻ എന്നുള്ളത് എഴുതാം. അന്നദാത കിസാൻ കാ സമ്മാൻ കരോ, അന്നദാതാവായിട്ടുള്ള കൃഷിക്കാരനെ റെസ്പെക്ട് ചെയ്യൂ എന്നുള്ള കാര്യം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പോസ്റ്റർ അല്ലെങ്കിൽ പ്ലക്കാർഡില് ആവശ്യമായിട്ട് വരുന്ന കാര്യം. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി നമ്മുടെ ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്, ചിലപ്പോ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ നോക്കി വെച്ച് പോവാ. കവിതാക്കി ആസ്വാദൻ ടിപ്പണി എന്നുള്ളത് എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞുതരാം. ടൈറ്റിൽ കൊടുക്കുക, കവിനെ പറ്റിയിട്ടും കവിതയുടെ പേരും ഉറപ്പായിട്ട് മെൻഷൻ ചെയ്യുക. അതിന്റെ ആശയം എന്താന്ന് പഠിച്ചു വെക്കുക. അതാണ് മിസ് പറഞ്ഞ ആശയം ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്നുള്ളതിന്റെ ആശയമാണ് മിസ് കൊടുത്തിട്ടുണ്ടാവുക കേട്ടോ. യെസ്, അതിന്റെ വിശേഷതായം എഴുതണം. തുക്കാന്ന് ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ എഴുതാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടെ എഴുതാം. ഓക്കെ, അപ്പൊ കവിതാക്കി ആസ്വാദൻ ടിപ്പണി എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. യഹ് ധർത്തി ഹെ ഉസ് കിസാൻ की कविता के कवि केदारनाथ अग्रवाल है. इस कविता में किसान के जीवन, उसकी मेहनत और संघर्ष का सुंदर वर्णन किया गया है. ഓക്കെ, ഈ കവിത ആരുടെയാണ്? കവി കേദാർനാഥ് അഗ്രവാളിന്റേതാണ്. ഈ കവിതയിൽ കൃഷിക്കാരന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ മെഹനത്ത്, അദ്ദേഹത്തിന്റെ അധ്വാനം, അതിന്റെ സംഘർഷം, ഇതിന്റെയൊക്കെ സുന്ദരമായിട്ടുള്ള വർണ്ണനയാണ് ചെയ്തിട്ടുള്ളത്. ഈ കവിത കാ മുഖ്യ വിഷയ കിസാൻ ഓർ ധർത്തി കെ ഗഹരെ സംബന്ധ് കോ ബത്താനാ ഹെ. എന്താ പറയുന്നത്? ഈ കവിതയിലെ മുഖ്യ വിഷയം എന്ന് പറഞ്ഞ കൃഷിക്കാരനും ധർത്തിയും തമ്മിലുള്ള എന്താണ് ഗഹരയായിട്ടുള്ള ഡീപ്പായിട്ടുള്ള സംബന്ധത്തിനെ പറ്റിയിട്ട്, ബന്ധത്തിനെ പറ്റിയിട്ട് പറയുക എന്നുള്ളതാണ്. കവി कहते हैं कि धरती पर असली अधिकार किसान का है. കവി പറയുന്നത് എന്താണ്? ഈ ഭൂമിയുടെ മേലുള്ള ശരിയായിട്ടുള്ള അധികാരം ആർക്കാണ്? കിസാനാണ്, കൃഷിക്കാരനാണ്. ക്യോങ്കി വഹി അപ്നി മെഹനത് ഓർ പസീനെ സെ അന്ന ഉഗാത്താ ഹെ. കാരണം അദ്ദേഹം തന്നെയാണ് സ്വന്തം മെഹനത്ത് കൊണ്ടും അധ്വാനം കൊണ്ടും വിയർപ്പ് കൊണ്ടും അന്നം ഉണ്ടാക്കുന്നത്. ഓക്കെ, കവിത में किसान को धूप, वर्षा और कठिन परिस्थितियों में भी मेहनत करते हुए दिखाया गया है. എന്താണ്? കവിതയിൽ കൃഷിക്കാരൻ ധൂപ്പ്, വെയില്, അതുപോലെ തന്നെ വർഷ, മഴ, അതുപോലെ കഠിനമായിട്ടുള്ള പരിസ്ഥിതികളിലും മെഹനത്ത് ചെയ്യുന്നത്, അധ്വാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വഹ ഖേത് ജോത്താ ഹെ, ബീജ് ബോത്താ ഹെ ഓർ നയി ഫസൽ ഉഗാക്കർ സബ്കാ പേട്ട് ഭർത്താ ഹെ. അപ്പൊ കൃഷിക്കാരൻ ചെയ്യുന്ന കാര്യം എന്തൊക്കെയാണ്? ഗേത്ത് എന്താണ്? ജോത്താഹെ എന്ന് വെച്ചാൽ നിലം ഉഴുന്നു, അതുപോലെ ബീജ് ബോത്താഹെ വിത്ത് വിതയ്ക്കുന്നു, ഒരു നയി ഫസൽ ഉഗാക്കർ അല്ലെ പുതിയ വിളകൾ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവരുടെയും പേട്ട് ഭർത്താഹെ വയർ നിറയ്ക്കുന്നു. കിസാൻ മിട്ടി കോ അച്ചി തര പഹചാൻതാ ഹെ ഓർ ഉസി ഉപജാവു ബനാതാ ഹെ. എന്താണ്? കൃഷിക്കാരൻ മിട്ടിയെ ശരിയായിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു, അതുപോലെ തന്നെ അതിനെ ഉപജാവു ഫലഭൂയിഷ്ടമാക്കിയിട്ട് മാറ്റുന്നു. വഹ അപ്ന പൂരാ ജീവൻ മെഹനത് മേ ലഗാ ദേതാ ഹെ. അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതവും എന്താണ്? മെഹനത്തിൽ തന്നെ, അധ്വാനത്തിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നു. ഈ കവിതാക്കി ഭാഷ, ഈ കവിതയിലെ ഭാഷ എന്ന് പറഞ്ഞ സരളമാണ്, ലളിതമാണ്, പ്രഭാവശാലിയാണ്, ഓർ ഭാവപൂർണ്ണതാണ്. അതായത് എന്താണ്? എക്സ്പ്രസീവ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. കവിതാക്കി വിശേഷത യഹ് ഹെ കി इसमें किसान के परिश्रम, त्याग और धरती के प्रति प्रेम का सुंदर चित्रण किया गया है. ഈ കവിതയുടെ വിശേഷത ഇതാണ്. എന്താണ്? കൃഷിക്കാരന്റെ പരിശ്രമത്തിനെ പറ്റിയിട്ടും ത്യാഗത്തിനെ പറ്റിയിട്ടും ധർത്തിയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തെ പറ്റിയിട്ടും ഭൂമിയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിനെ പറ്റിയിട്ടും സുന്ദരമായിട്ടുള്ള ചിത്രണമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. കവിനെ കിസാൻ കോ ധർത്തി കാ സച്ചാ മാലിക് ബതായാ ഹെ. ഓക്കെ, കവി എന്താണ് പറഞ്ഞിട്ടുള്ളത്? കിസാനെ ഈ ഒരു ഭൂമിയുടെ ശരിയായിട്ടുള്ള ഉടമസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇസ് കവിത കാ സന്ദേശ് യേ ഹെ കി हमें किसान की मेहनत और उसके महत्व को समझना चाहिए तथा उसका सम्मान करना चाहिए. ഈ കവിതയുടെ സന്ദേശം ഇതാണ്. കിസാന്റെ മെഹനത്തിനെ നമ്മൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മഹത്വത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് റെസ്പെക്ട് ചെയ്യണം. मुझे यह कविता बहुत अच्छी लगी क्योंकि यह कवि किसान की कठिन जीवन और उसकी मेहनत की को സുന്ദർ ढंग से बताती है. എന്താണ്? എനിക്ക് കവിത വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണ്? കാരണം ഈ കിസാന്റെ കഠിനമായിട്ടുള്ള ജീവിതത്തിനെയും അതുപോലെ അദ്ദേഹത്തിന്റെ മെഹനത്തിനെ പറ്റിയിട്ടും അധ്വാനത്തിനെ പറ്റിയും ഇത് പറഞ്ഞിരിക്കുന്നു. यह कविता पढ़कर किसान के प्रति आदर और सम्मान की भावना पैदा होती है. ഈ കവിത വായിച്ചുകൊണ്ട് എന്താണ്? നമുക്ക് കിസാനോടുള്ള, കൃഷിക്കാരനോടുള്ള ആദരവും അതുപോലെ തന്നെ റെസ്പെക്റ്റും ഉള്ളിൽ ജനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. കണ്ടോ? ഇതുപോലെ ആസ്വാദന ടിപ്പണി ഖുദ് സേ പ്യാറിന്റെ കൂടെ നിങ്ങൾ നോക്കണം. ഓക്കെ, ഖുദ് സേ പ്യാറിന്റെ ആസ്വാദന ടിപ്പണിയും കൂടെ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ നമ്മുടെ ലൈവില് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതെന്തായാലും മിസ് ചെയ്യാതെ കാണണം കേട്ടോ. യെസ്, ഇനി സഫലതയെ പറ്റിയിട്ട് കുറച്ച്
പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ലഘുലേഖ എഴുതാനാണ്. ലഘുലേഖ നോക്കി വെക്കേണ്ടത് തന്നെയാണ്. അപ്പൊ ലഘുലേഖിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈറ്റിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ സൂചനകൾ വികസിപ്പിച്ചെഴുതുക. പിന്നെ അതിന് കൃത്യമായിട്ടുള്ള ഇൻട്രോയും കൺക്ലൂഷനും കൊടുക്കണം. ആശയം കൃത്യമായിരിക്കണം. നല്ല ഭാഷ ഉപയോഗിക്കണം. ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് പരിശ്രമ മഹത്വം. ഇതും ഡീറ്റെയിൽ ആയിട്ട് മിസ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ പരിശ്രമം എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നു. അതില്ലാതെ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അപ്പൊ പരിശ്രമിക്കുന്നവർ മാത്രമാണ് മുന്നോട്ട് പോകുക, അല്ലാത്തവർ എന്താണ്, തോറ്റുപോകും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെറിയൊരു ലഘുലേഖ ചെയ്തിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും എന്റെ കുട്ടികൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് പഠിച്ചു വെച്ച് പോവാ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞത്. ഗതിവിദ്യ, കവിതാക്ക് ആശയം എന്തായാലും പഠിച്ചോ, അത് ഉറപ്പായിട്ട് വരുന്നതാണ്. 2 കവിതയുടെ ആശയം എന്റെ കുട്ടികൾ പഠിച്ചു വെച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, അപ്പൊ കവിതയുടെ ആശയമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചാനലിൽ, ഉറപ്പായിട്ട് കണ്ടു നോക്കുക. ഇത്ര ക്വസ്റ്റ്യൻസ് എന്റെ കുട്ടികൾ സെറ്റ് ആക്കി പോയിക്കോ. നിങ്ങൾക്ക് 20-നേക്കാളും മേലെയാണ് മാർക്ക്. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് വരുന്നതാണ്. പ്രൊഫൈലൊക്കെ എന്തായാലും മഹാത്മാഗാന്ധിയുടെ പ്രൊഫൈൽ നോക്കി വെച്ച് പോകണം. നോക്കി വെച്ച് പോകാന്നല്ല, നിങ്ങൾ ഈ ഫോമാറ്റ് ആണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, റെഡി? എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതാം. നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കാണാം, ഷോർട്സ് ഒക്കെ കാണാം. അതുപോലെ തന്നെ ലൈവിലും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.